ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നും ഇന്ത്യൻ പൗരന്മാരുമായുള്ള 2 വിമാനങ്ങൾ ഡൽഹിയിൽ ഇറങ്ങി. ഇറാന്റെ മഹാൻ എയർലൈൻസ് ആണ് പൗരന്മാരെ നാട്ടിൽ തിരികെ എത്തിച്ചത്. മഷ്ഹാദിൽ നിന്ന് എത്തിയ സംഘത്തിൽ 290 പേരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജീഷ് ജയകുമാർ വീണ്ടും ചേരുന്നു. ഗുഡ് മോർണിംഗ് അജീഷ്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഓപ്പറേഷൻ സിന്ധു ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇറാനിൽ നിന്ന് കൂടുതൽ ഇന്ത്യക്കാരെ ഒഴിപ്പിച്ച് ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 290 പേരാണ് ഇന്നലെ രാത്രിയിൽ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയത്. ഇറാനിലെ മഷ്ഹാദിൽ നിന്നായിരുന്നു ഇന്ത്യക്കാരെ എത്തിച്ചത്. ഇതിൽ കൂടുതൽ പേരും ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ്. അവരെ എന്തായാലും നാട്ടിലെത്തി അവർ വലിയ സന്തോഷമാണ് പ്രകടിപ്പിച്ചത്. ഹിന്ദുസ്ഥാന് ജയ് വിളിച്ചതുമൊക്കെ അവർ വലിയ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന് നന്ദിയും പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് ഒരു വിമാനം കൂടി എത്തുന്നുണ്ട്. അതും ഈ മഷ്ഹാദിൽ നിന്നാണ് തന്നെയാണ്. എന്തായാലും 1000-ഓളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നടപടി ഇപ്പോഴും തുടരുകയാണ്. ചിലരെ അതിർത്തി വഴി തുർക്ക്മെനിസ്ഥാനത്തിൽ എത്തിച്ചതിന് ശേഷം അവിടെ നിന്നും വിമാനമാർഗം ഇന്ത്യയിലേക്ക് എത്തിക്കാനും നീക്കം നടത്തുന്നുണ്ട്. കൂടുതൽ ഇന്ത്യക്കാരെ ഈ പ്രശ്നബാധിത സ്ഥലങ്ങളിൽ നിന്ന് അതിർത്തി രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയതിനു ശേഷമായിരിക്കും ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ഇസ്രയേലിലും സമാനമായിട്ട് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധു ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഇന്ത്യക്കാരുടെ വിവരങ്ങൾ മുഴുവനും ശേഖരിച്ച ശേഷം അവരെ അതിർത്തി രാജ്യങ്ങൾ വഴി ജോർദാൻ വഴിയോ ഈജിപ്റ്റ് വഴിയോ ഒക്കെ ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് അവർ ഒരു നീക്കം നടത്തുന്നത്. എന്തായാലും രാജ്യത്ത് തിരിച്ചെത്തിയ ഇന്ത്യക്കാരെല്ലാം വലിയ സന്തോഷമാണ് പ്രകടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിനും വിദേശകാര്യ മന്ത്രാലയത്തിനുമൊക്കെ വലിയ നന്ദി അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഡൽഹിയിൽ തിരിച്ചെത്തിയ അവർക്ക് നാട്ടിലേക്ക് പോകാനുള്ള ടിക്കറ്റ് അടക്കം വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ 290 പേർ എത്തിയതിൽ പലരും ഭൂരിഭാഗം പേര് ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അവർക്കും തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ അത് തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു അജീഷ്.